Hi everyone, welcome to Commerce World. Calicut University second semester MCom മാനേജ്മെന്റ് സയൻസ് എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമുക്ക് ഇതിൽ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ അതിന്റെ പ്രോസസ് എന്താണ് എന്നുള്ളതാണ് ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത്. ഓക്കെ, സോ മാർക്കോവ് അനാലിസിസ് എന്താണ് എന്നുള്ളതും അതേപോലെ തന്നെ മാർക്കോവ് പ്രോസസ് ഓർ മാർക്കോവ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാലും ഈ പ്രോസസ്സ് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഈ മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് റഷ്യൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള മാർക്കോവ് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഈ മാർക്കോവ് ഈ പ്രോസസ് ഓർ അനാലിസിസ് വന്നിട്ട് എന്തിനാ കൊണ്ടുവന്നെന്ന് വെച്ചാൽ മാർക്കോവ് അനാലിസിസ് ഇസ് എ മെത്തേഡ് ഓഫ് അനലൈസിംഗ് ദ കറന്റ് മൂവ്മെന്റ്. അതായത് നമ്മളുടെ ഇപ്പോൾ ഉള്ള കറന്റ് മൂവ്മെന്റ് ബേസിൽ ഇനി വരുന്ന ഫ്യൂച്ചർ മൂവ്മെന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ മാർക്കോവ് വന്നിട്ട് ഈ പ്രോസസ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെന്ന് പറയണത് ടു പ്രിഡിക്ട് ദ ബിഹേവിയർ ഓഫ് ഗ്യാസ് പെർട്ടിസൈസ് ഇൻ ദ ക്ലോസ്ഡ് കണ്ടെയ്നർ. അതായത് ആ ക്ലോസ്ഡ് കണ്ടെയ്നറിലുള്ള ആ ഗ്യാസിന്റെ പെർട്ടിസൈസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ മാർക്കോവ് അനാലിസിസ്. സോ ഈ മാർക്കോവ് ഈ പ്രോസസ്സ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മാർക്കോവ് അനാലിസിസ് തന്നെ ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്നുണ്ട്. സോ ഇത് വന്നിട്ട് ആസ് എ മാനേജ്മെന്റ് ടൂൾ ആയിട്ട് മാർക്കോവ് അനാലിസിസ് വന്നിട്ട് ലാസ്റ്റ് സെവറൽ ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മാർക്കോവ് അനാലിസിസ് നമ്മുടെ മാർക്കറ്റിംഗ് എയ്ഡ് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് എക്സാമിൻ ചെയ്യാനായിട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ടും കസ്റ്റമേഴ്സിന്റെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടും പിന്നെ അതേപോലെ തന്നെ ബ്രാൻഡ് ലോയലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ പാറ്റേൺസ് പ്രൈസിങ് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മുടെ പാറ്റേൺസ് വന്നിട്ട് സ്വിച്ച് ചെയ്ത് കൊണ്ടുപോകുമല്ലോ. അങ്ങനെ വരുന്ന പാറ്റേൺസ് വന്നിട്ട് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മാർക്കോവ് അനാലിസിസ് നമ്മുടെ മാനേജ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ ദ ഫീൽഡ് ഓഫ് അക്കൗണ്ടിംഗിൽ വന്നിട്ട് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ബിഹേവിയർ ഓഫ് അക്കൗണ്ട് റിസീവബിൾസിലാണ് നമ്മുടെ മാർക്കോവ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കൂടി നമ്മുടെ മാർക്കോവ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ നമ്മുടെ മാർക്കോവ് അനാലിസിസ് പ്രോസസ് ആണ്. മാർക്കോവ് അനാലിസിസ് പ്രോസസ്സിനെ നമ്മൾ മാർക്കോവ് ചെയിൻ എന്നും മാർക്കോവ് സീക്വൻസ് എന്നും കൂടി പറയുന്നുണ്ട്. സോ ഈ മാർക്കോവ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, റാൻഡം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വിച്ച് ഇസ് യൂസ്ഡ് ടു അനലൈസിംഗ് ദ ഡിസിഷൻ problem in which the occurrence of the specific event depends on the occurrence of the event immediately preceding to the current event. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇതിന്റെ മുന്നിൽ നടന്ന ഇവന്റിനെ വെച്ചിട്ട് ഇപ്പൊ കറന്റിലുള്ളത് മനസ്സിലാക്കാനും കറന്റിലുള്ളത് നമ്മുടെ ഫ്യൂച്ചറിലോട്ട് മനസ്സിലാക്കാനും എന്നുള്ളതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ മാർക്കോവ് അനാലിസിസ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ മാർക്കോവ് അനാലിസിസിൽ മെയിൻലി രണ്ട് തിങ്സ് ആണ് നമ്മുടെ പ്രോസസ്സിലോട്ട് വരുന്ന സമയത്ത് വരുന്നത്. ഒന്ന് വന്നിട്ട് എ സ്പെസിഫിക് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ബീങ് സ്റ്റഡീഡ് എന്നുള്ളതും ദെൻ ദ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമ്മുടെ മാർക്കോവ് അനാലിസിസിൽ നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ഇതിൽ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പഠിക്കാനായിട്ട് വരുന്നത്. സോ ഈ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ ഈ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ മെട്രിക്സും നമ്മൾക്ക് പറയുന്നുണ്ട്. സോ ഈ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദ ഒക്യുറൻസ് ഓഫ് എൻ ഇവന്റ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം puts the system in a given situation or condition or states എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് പോയിന്റിൽ വന്നിട്ട് സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊന്നും കൂടി മാറ്റി പറയുകയാണെങ്കിൽ ഇഫ് ദ അനദർ ഇവന്റ് ഒക്കർ ആഫ്റ്റർ ദ പാസേജ് ഓഫ് വൺ ടൈം യൂണിറ്റ് ഇറ്റ് വുഡ് ബി പുട്ട് ദ സിസ്റ്റം ഇൻ ടു ദ അനദർ സിറ്റുവേഷൻ. അതായത് ഒരു ഇവന്റിൽ വന്നിട്ട് ഒരു കാര്യം കിട്ടി എന്നാണെങ്കിൽ നമ്മളത് അത് അടുത്ത ഇവന്റിൽ കൂടി നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് പറയില്ലേ, അതാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഇതിന്റെ അസംഷൻസ് പറയുന്നുണ്ട്, ലൈക്ക് നമ്മുടെ മാർക്കോവ് പ്രോസസ്സിന്റെ അസംഷൻസ് പറയുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ഗിവൻ സിസ്റ്റം ഹാസ് ദ ഫിനൈറ്റ് നമ്പർ ഓർ ദ സ്റ്റേറ്റ് നൺ ഓഫ് വിച്ച് ഇസ് അബ്സോർബിംഗ് ഇൻ നേച്ചർ. അതായത് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നേച്ചർ ഉള്ള കാര്യങ്ങളല്ല
മാർക്കോ അനാലിസിസിലുള്ളത്. ഇതിലുള്ളത് ഒരു ഫിനൈറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ദ സ്റ്റേറ്റ് ആർ ബോത്ത് കളക്റ്റീവ്ലി എക്സ്ക്ലൂസീവ് ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതായിട്ടാണ് നമുക്ക് വരുന്നത്. അല്ലാതെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മാർക്കോ അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ദ പ്രോബബിലിറ്റി ഓഫ് മൂവിംഗ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ഇമീഡിയറ്റ് പ്രൊസീഡിങ്. അതായത് ഒരു പ്രോസസ്സിലിരുന്ന് ഇന്നൊരു പ്രോസസ്സിലോട്ട് മൂവ് ചെയ്യുന്നത് അതിന്റെ ഇമീഡിയറ്റ് പ്രൊസീഡിങ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. ലൈക്ക് ദേ ആർ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നമ്മളുടെ ഈ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദ പ്രോസസ് ഹാസ് എ സെറ്റ് ഓഫ് ഇനിഷ്യൽ പ്രോബബിലിറ്റീസ് കൂടി ഒരു പ്രോസസ്സിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റീസ് വന്നിട്ട് ഒരു ഓൾട്ടർനേറ്റ് സ്റ്റേറ്റിലിരുന്ന് ഇന്നൊരു ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കറന്റ് ടൈം പീരിയഡ് നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമ്മളുടെ അസംഷൻസിലൂടെ നമുക്ക് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റീസ് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. സോ ഇത് പ്രോബബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രോബബിലിറ്റീസ് എന്ന് മനസ്സിലാക്കാനാണ് ആദ്യം അസംഷൻസ് പറഞ്ഞത്. സോ നമുക്ക് പറഞ്ഞിട്ടുണ്ടായത് അസംഷൻ എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ പ്രോബബിലിറ്റിയിൽ വരുന്ന ഇനിഷ്യൽ പ്രോബബിലിറ്റിയിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി പറഞ്ഞു. അതേപോലെ തന്നെ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മൂവിംഗ് ആണ്. ഒരു ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഇന്നൊരു ഓൾട്ടർനേറ്റീവിലോട്ട് നെക്സ്റ്റ് പീരിയഡിലോട്ട് ആ കറന്റ് ടൈം പീരിയഡിന്റെ ബേസിസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സം ആയിട്ട് എന്താ ചെയ്യാം, മൂവ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു അല്ലേ. സോ അതിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് മൂവിംഗ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഓർ റിമൈൻ ഇൻ ദ സെയിം സ്റ്റേറ്റ് ഇൻ ദ സിംഗിൾ ടൈം പീരിയഡ് ഈസ് കോൾഡ് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ദ പ്രോബബിലിറ്റി ഓഫ് മൂവിംഗ് വൺ സ്റ്റേറ്റ് ടു അനദർ ഓർ റിമൈൻ ദ സെയിം സ്റ്റേറ്റ് ടു സിംഗിൾ ടൈം പീരിയഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി എന്ന്. അതേപോലെ തന്നെ സിൻസ് ദ പ്രോബബിലിറ്റി ഓഫ് മൂവിംഗ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഡിപ്പെൻഡ് ഓൺ ദ പ്രോബബിലിറ്റി ഓഫ് പ്രിസീഡിംഗ് സ്റ്റേറ്റിന്റെ ബേസിസിലാണ് അത് മൂവ് ചെയ്യുന്നത് എന്നാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റി നമ്മളുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് കൂടി പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസാക്ഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ മെട്രിക്സ് ആണ്. സോ ഇതിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്ടാംഗുലർ അറേയിൽ വന്നിട്ട് സമറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ഈ മാർക്കോ പ്രോസസ്സിനുള്ളത്. അതേപോലെ തന്നെ ആ മെട്രിക്സിൽ വന്നിട്ട് റോസ് എന്ന് പറയുന്നത് കറന്റ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ബീങ് സ്റ്റഡീഡും അതേപോലെ തന്നെ ആ കോളം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ക്യാൻ ബി മൂവ് എന്നുള്ളതാണ് നമുക്ക് റോസും കോളംസും പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് ജസ്റ്റ് നമ്മുടെ റോസും കോളംസ് എന്താണെന്നുള്ളതിന്റെ ഒരു പ്രോസസ്സ് പോലെ നമുക്ക് പറയുന്നുണ്ട്. അത് ജസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അല്ലാതെ ഇതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും നമ്മൾക്കില്ല. ഇത് ജസ്റ്റ് എന്താണോ ഇത് ഇങ്ങനെ തന്നെ നോക്കി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.